ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിന്റെ പോളിസി വയലേഷനെ കുറിച്ചാണ്. നമുക്ക് പലപ്പോഴും പോളിസി വയലേഷൻസ് വരാറുണ്ട്. നമ്മുടെ അക്കൗണ്ടുകൾ ഡിസേബിൾഡ് ആവാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് പോളിസി വയലേഷൻ വരുന്ന സമയത്തും നമ്മളെ അക്കൗണ്ടിൽ ഡിസേബിൾ ആവുന്ന സമയത്തും പലരും ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഓടിപ്പോയിട്ട് നേരെ റിക്വസ്റ്റ് റിവ്യൂ. ചിലപ്പോൾ അത് ക്ലിയർ ആവും, ചിലപ്പം ക്ലിയർ ആവാൻ സമയം എടുക്കും, ചിലപ്പം ക്ലിയർ ആവുകയില്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഓടിപ്പോയിട്ട് പെട്ടെന്ന് റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ബ്ലോക്ക് ആയി പോവില്ലേ? ശരിയാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുത്ത് അത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ബ്ലോക്ക് ആയി പോകും. സത്യമാണ്. പക്ഷേ നിങ്ങൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോളിസി വയലേഷൻ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ അക്കൗണ്ട് ഡിസേബിൾ ആയത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു തെറ്റ് പ്രവർത്തിക്കും, അത് റിക്വസ്റ്റ് റിവ്യൂ കൊടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയി കിട്ടും. വീണ്ടും നിങ്ങൾ അതേ തെറ്റ് വരും, വീണ്ടും വരും. ഇങ്ങനെ റിപ്പീറ്റ്ലി നിങ്ങൾക്ക് പോളിസി വയലേഷനും എറേഴ്സും വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിന്റെ ക്വാളിറ്റി അത് ബാധിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനെയും റീച്ചിനെയും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യും. ചിലപ്പം പെർമനന്റ് നിങ്ങളെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു എന്നും വരാം. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പോളിസി വയലേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് പോളിസി വയലേഷൻ വന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ ചാറ്റ് സപ്പോർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ അവരോട് ചോദിച്ചിട്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ മെയിൽ ഓപ്ഷൻ ഉണ്ട്. മെയിലിൽ നിങ്ങൾക്ക് അവർക്ക് ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അക്കൗണ്ട് നമ്പർ മീൻസ് നിങ്ങളുടെ ആഡ് അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അവർക്ക് മെയിൽ അയക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് മെയിലിന് റിപ്ലൈ കിട്ടും. ഏറ്റവും ബെസ്റ്റ് ചാറ്റ് ഓപ്ഷൻ തന്നെയാണ്. അതപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ റിപ്ലൈ കിട്ടും. അപ്പൊ ആ രീതിയിൽ ചെയ്യും. എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് ചിലപ്പം അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോളിസി വയലേഷൻ വന്നത്. ചില പോളിസി വയലേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണിക്കും, വ്യക്തമായിട്ട് കാണിക്കും, നിങ്ങൾ ഇന്നൊരു കാര്യം, ഇന്നൊരു കണ്ടന്റ് യൂസ് ചെയ്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇമേജ് യൂസ് ചെയ്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ID വെരിഫൈ ചെയ്യാത്തതിനെ കൊണ്ടാണ് പറഞ്ഞ് കാണിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഓടിപ്പോയിട്ട് നേരെ പെട്ടെന്ന് റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. എന്തുകൊണ്ട് ഞാൻ എന്ത് മിസ്റ്റേക്ക് ആണ് ചെയ്തത്, എന്ത് മിസ്റ്റേക്ക് ചെയ്തതിനെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ അക്കൗണ്ട് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഒരിക്കലും പെട്ടെന്ന് റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാതെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.